ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് കർത്തവ്യ പഥിൽ നടക്കുന്ന പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലാക്കി കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് കർത്തവ്യ ഭവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും പാർലമെന്റിൽ നടപടികൾ തടസ്സപ്പെട്ടു. പ്രതിഷേധത്തിനിടെ ഗോവ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യ പുനഃക്രമീകരണ ബിൽ 2024 ലോക്സഭ പാസാക്കി. നിയമസഭാ സീറ്റുകൾ പുനഃക്രമീകരിക്കാനും പട്ടികവർഗ പ്രാതിനിധ്യം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ബിൽ. ഗോവ നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ലക്ഷ്യമിട്ടാണ് ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റൊമാൾഡസ് മാർക്കോസിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ 9 ധാരണാപത്രങ്ങൾ കൈമാറി. പഹൽഗാം ആക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ടതിനും ഫിലിപ്പീൻസ് സർക്കാരിനോടും പ്രസിഡന്റിനോടും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടം. ഉത്തരകാശി ജില്ലയിലെ ധരാലിയിലുണ്ടായ ദുരന്തത്തിൽ നിരവധി പേരെ കാണാതായി. ഖീർഗംഗ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ ഒലിച്ചുപോയി. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പേർ മരിച്ചതായി ജില്ലാ മജിസ്ട്രേറ്റ് സ്ഥിരീകരിച്ചു. ധരാലി മാർക്കറ്റ് പൂർണ്ണമായും തകർന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്തും മഴക്കെടുതി രൂക്ഷം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 43,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ഓണം സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ റേഷൻ കാർഡ് വിഭാഗങ്ങൾക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. 3 മാസത്തെ പഞ്ചായത്ത് തല ജനസുരക്ഷാ പ്രചാരണം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. ബാങ്കിംഗ് സൗകര്യമില്ലാത്ത മുതിർന്നവർക്കായി ജൻധൻ അക്കൗണ്ടുകൾ തുറക്കൽ, സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ചേർക്കൽ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനാൽ ബാങ്കുകളുമായി ചേർന്ന് ക്യാമ്പുകൾ നടത്തിവരികയാണ്. ജില്ലയിലെ 34 പഞ്ചായത്തുകളിൽ ഇതുവരെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് പ്രചാരണം. ഹോസ്ദുർഗ് മുൻ MLA M. നാരായണൻ അന്തരിച്ചു. നിര്യാണത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുശോചിച്ചു. 2025 ആദ്യ പകുതിയിൽ 9.88 ദശലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ ദുബായിലെത്തിയതായി സാമ്പത്തിക ടൂറിസം വകുപ്പ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6% വർധനമാണ് ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ഈ വളർച്ചയിൽ സുപ്രധാന സംഭാവന നൽകിയതെന്നും കണക്കുകൾ പറയുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുൻ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയെ വീട്ടുതടങ്കലിലാക്കി. പ്രസിഡന്റ് ലുല ഡാ സിൽവയ്ക്കെതിരെ അട്ടിമറി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ വിചാരണ നേരിടുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. കുറ്റങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ ബോൾസനാരോയ്ക്ക് 40 വർഷം ജീവപര്യന്തം തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും മറ്റന്നാൾ വരെ അവസരം. പേരുൾപ്പെടുത്താൻ ഇതുവരെ 10 ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകി. ഈ മാസം 30-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതുമകൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റവും ഭക്ഷണ മെനുവിലുള്ള മാറ്റവുമെല്ലാം ഇതിന്റെ ഭാഗമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കൽ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നീ കാര്യങ്ങളിൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യ തുക വർദ്ധിപ്പിക്കുന്ന വിഷയം നിലവിൽ പരിഗണനയില്ലെന്ന് കൃഷി സഹമന്ത്രി രാംനാഥ് താക്കൂർ. പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ ചേർക്കുന്നതിൽ സമ്പൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ രജിസ്ട്രേഷനുകൾക്ക് 14 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഫാർമർ ID നിർബന്ധമാക്കിയതായും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.